ഇറാനുമായുള്ള സൈനിക നീക്കത്തിനിടെ അമേരിക്കൻ വ്യോമസേനയ്ക്ക് സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങളോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിക്കിടെ 100-ലധികം അമേരിക്കൻ വിമാനങ്ങളാണ് തകരുകയോ ഭാഗികമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്തത്. ഇറാന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ആക്രമണങ്ങളും അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് യുദ്ധഭൂമിയിൽ കണ്ടത്. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 127 വിമാനങ്ങൾക്കാണ് ഈ സംഘർഷത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായും തകരുകയോ ചെയ്തത്. ഇതിൽ അമേരിക്ക അഭിമാനത്തോടെ അവതരിപ്പിച്ചിരുന്ന F-35 ലൈറ്റ്നിംഗ് II, F-22 റാപ്റ്റർ തുടങ്ങിയ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു എന്നത് ലോകത്തെ ആകമാനം അമ്പരിപ്പിച്ചിരിക്കുകയാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന ഇത്തരം അത്യാധുനിക വിമാനങ്ങൾ പോലും ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ വീണുപോയി. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ സൈനികരെയും സാമഗ്രികളെയും എത്തിക്കാൻ ഉപയോഗിക്കുന്ന C-17 ഗ്ലോബ് മാസ്റ്റർ, C-130 ഹെർക്കുലീസ് തുടങ്ങിയ ഭീമൻ വിമാനങ്ങൾക്കും 10,000-കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്നതും അതീവ സുരക്ഷാ സംവിധാനങ്ങളുമുള്ളതുമായ ഗ്ലോബൽ ഹോക്ക് പോലുള്ള RQ-4 തരം ഡ്രോണുകളും നിരീക്ഷണ വിമാനങ്ങളും വലിയ തോതിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചപ്പോൾ നേരിട്ട് വെടിവെച്ചിട്ട വിമാനങ്ങൾക്ക് പുറമെ ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ അതിശക്തമായ മിസൈൽ വർഷത്തിലാണ് ഭൂരിഭാഗം വിമാനങ്ങളും തകർക്കപ്പെട്ടത്. താവളങ്ങളിൽ നിർത്തിയിട്ടിരുന്ന വിമാനങ്ങൾ മിസൈൽ പതിച്ച് കത്തിയമരുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നതിനിടയിലും ലാൻഡ് ചെയ്യുന്നതിനിടയിലും ഉണ്ടായ അപകടങ്ങളും വിമാനങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായി. വിമാനങ്ങളുടെ നഷ്ടം കൂടാതെ 100-ലധികം അമേരിക്കൻ സൈനികർക്ക് ഈ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയോ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ വ്യോമസേനയുടെ പക്കലുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളുടെ കൃത്യമായ പട്ടിക പരിശോധിക്കുമ്പോൾ നഷ്ടങ്ങളുടെ വ്യാപ്തി വ്യക്തമാകും. F-15, F-16, F-A-18 തുടങ്ങിയ പോർ വിമാനങ്ങൾക്കൊപ്പം തന്നെ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന A-10 തണ്ടർബോൾട്ട് വിമാനങ്ങൾക്കും വലിയ തോതിൽ തകർക്കപ്പെട്ടു. തകർന്നു വീണ പല വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇറാൻ സൈന്യം ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിമാനങ്ങളിലെ രഹസ്യ സാങ്കേതികവിദ്യ ചോരുന്നതിലേക്ക് നയിക്കുമെന്ന ഭയം അമേരിക്കൻ പ്രതിരോധ വകുപ്പിനുണ്ട്. നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം ഇറാൻ വികസിപ്പിച്ചെടുത്ത ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുമാണ് അമേരിക്കയ്ക്ക് വിനയായത്. തകർക്കപ്പെട്ട ഓരോ F-35 വിമാനത്തിനും ഏകദേശം $100 ദശലക്ഷം വില വരുമെന്നിരിക്കെ US ഖജനാവിലുണ്ടായ സാമ്പത്തിക ബാധ്യതയും സൈനികമായ ആത്മവിശ്വാസത്തിനുണ്ടായ തകർച്ചയും നിസ്സാരമല്ല. ഇറാൻ അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ച വിമാനങ്ങളെയും ഡ്രോണുകളെയും തുരത്തുന്നതിൽ ഇറാനിയൻ വ്യോമസേനയും റവല്യൂഷണറി ഗാർഡും പുലർത്തിയ ഏകോപനം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചു. സൈനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വ്യോമനഷ്ടമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്.